കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെറിയ സ്കൂൾ കുട്ടികൾക്ക് അവയർനെസ്സിൻ്റെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയുണ്ടോ. അപ്പോൾ കൂട്ടത്തിൽ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി എന്നോടിങ്ങനെ ചോദിച്ചു, എനിക്ക് തോന്നുന്നു ആളുടെ വീട്ടിൽ അച്ചമ്മയ്ക്കോ അമ്മമ്മയ്ക്കോ ആർക്കോ ഒരാൾ ട്രീറ്റ്മെൻറ്റിലാണ്. സോ കുഞ്ഞിനോട് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ സെൽസ് റിന്യൂ ആവുന്നുണ്ട്. റിന്യൂ ആയി കഴിയുമ്പോൾ കോൺസ്റ്റൻ്റ്ലി റിന്യൂ ആവുന്നുണ്ട്, അത് ഹീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇത് റിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ബോഡി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നാണല്ലോ പറയുന്നത്. അപ്പം ആശാൻ എന്നോട് ചോദിച്ചൊരു കാര്യം വെച്ചാൽ അങ്ങനെ റിന്യൂ ആവേണ്ടത് വെച്ചാൽ എന്തുകൊണ്ട് ക്യാൻസർ സെൽസ് ഇതായി പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആശാൻ്റെ വിചാരം ഈ പഴയ സെൽസ് പോയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ അതെല്ലാം പോയിട്ട്, അതായത് പഴയതെല്ലാം പോയിട്ട് പുതിയത് എന്തോ വരും എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ചില ക്യാൻസർ സെൽസ് ആശാൻ കേട്ടിട്ടുണ്ട്. അതായത് കൂട്ടത്തിൽ ഡാമേജ് ആയിട്ടുള്ള സെല്ലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡാമേജ് സെല്ല് പോയിട്ട് എന്തുകൊണ്ട് പുതിയ സെൽസ് ഇതാവുന്നില്ല എന്നുള്ളതായിരുന്നു കേട്ടോ ചോദ്യം. കാര്യം ശരിയാണ്, നമ്മളും പഠിച്ചിട്ടുണ്ടല്ലേ. കാരണം സെൽസ് റിന്യൂ ആവുന്നത് നമ്മളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ എന്തൊരു ചെറിയ കട്ട് വന്നാലോ ഒരു വൂണ്ട് വന്നാലോ അല്ലെങ്കിൽ ഒരു മൗത്ത് അൾസർ വന്നാലോ ഒക്കെ തന്നെ ഇതായി പോകുന്നതിൻ്റെ കാര്യം അതാണ്. തന്നെ റിപ്പയർ ആയിക്കോളും നമ്മുടെ ബോഡി. മിക്ക കണ്ടീഷൻസിലും തന്നെ റിപ്പയർ ആയിക്കോളും. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ഈ ഒരു പനിയൊക്കെ വന്നാൽ മരുന്നെടുക്കേണ്ട, അത് 7 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണ്. കാരണം ഈ കൊച്ചു കുട്ടികളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഞാനൊക്കെ ആ പ്രായത്തിൽ സത്യം പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ മാങ്ങ പഴുത്തോ ജാമ്പൊക്കെ ഉണ്ടായോ എന്നൊക്കെ അന്വേഷിച്ച് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാലത്തെ കുട്ടികളൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് എനിക്കത് പറഞ്ഞു കൊടുക്കുക എന്ന് പെട്ടെന്ന് എനിക്കൊരു നിമിഷം ഞാൻ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എനിക്കിങ്ങനെ ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ ഡോക്ടറൊന്നുമല്ല, എനിക്കത് പറയാനായിട്ട് അതിനുള്ള കഴിവൊന്നും ഇല്ല. പക്ഷെ നമ്മൾക്ക് ആ കുഞ്ഞൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ അവയർനെസ് എന്നൊക്കെ പറഞ്ഞാൽ പോയിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണമല്ലോ. അപ്പം ഒരിക്കലും ഈ പറഞ്ഞ പോലെ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികളൊക്കെ കണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത്. കാരണം ഞങ്ങളെപ്പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികളെ, ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര എന്താ പറയുക ബുദ്ധിയുള്ള കുട്ടികളാണ്. അവരിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ് സന്തോഷമുള്ളൊരു കാര്യം. അപ്പോൾ ഈ സെൽസ് റിന്യൂ ആവുന്നുണ്ട്. ഓൾമോസ്റ്റ് ബോഡി സെൽസ് എല്ലാം പല ഇതിലാണ് റിന്യൂ ആവുന്നത്. ചിലത് 7 days ആയിരിക്കും, ചിലത് 15 days ആയിരിക്കും. അങ്ങനെ പല ഇതിൽ റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ഈ വൂൺസും നമ്മുടെ ഇതൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു കട്ട് വന്നാലൊക്കെ ക്ലിയറായി പോകുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. പക്ഷെ അതൊരിക്കലും ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ പറ്റില്ല പുതിയ സെൽസ് എന്ന് പറയുന്നത്. കാരണം ഈ പഴയ സെൽസ് ഇൻസ്ട്രക്ഷൻസും കണ്ടീഷൻസും ഹാൻഡ് ഓവർ ചെയ്യും പുതിയ സെൽസിന്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാരണം അതിൻ്റെ സ്ഥാനത്ത് വേറൊരു ഇത് വരുമ്പോൾ ഈ പഴയ സെൽസ് ഇൻസ്ട്രക്ഷൻസും ആ ഒരു കണ്ടീഷൻസൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്യും. അപ്പം അത് എങ്ങനെയാണ് എളുപ്പത്തിന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു റെസിപ്പി ബുക്ക് കൊടുക്കില്ലേ, നമ്മളൊരു റെസിപ്പി ബുക്ക് കൊടുക്കുന്ന പോലെയാണ്. അതായത് റെസിപ്പി കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്തൊക്കെയുണ്ടോ അത് തന്നെയായിരിക്കും നമ്മൾ അടുത്ത ആളും അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ റിന്യൂവൽ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അതാണ്. ആ ഒരു പഴയ സെൽസ് പുതിയ സെൽസിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ആ ഒരു കണ്ടീഷൻസും ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടാണ് പുതിയ സെൽ. അപ്പോൾ ഇതെന്തോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരിക്കും അത് ചെയ്തത്. അതൊരിക്കലും ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതിന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു സിറ്റിയാണ് വിചാരിക്കും. നമ്മുടെ ബോഡി ഒരു സിറ്റിയാണ്. അതിനകത്തുള്ള സിറ്റിസൺസാണ് അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുന്ന സെൽസ് എന്ന് വിചാരിക്കും, ബോഡിയിലെ സെൽസ് അത് വിചാരിക്കും. അപ്പോഴും ഒരുപാട് പേര് ജീവിക്കുമ്പോൾ കുറച്ച് 1-2 ക്രിമിനൽസ് അതിനകത്ത് കാണും അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ പെറ്റി കേസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് പോലീസുകാർ വിചാരിക്കും. നമ്മുടെ എന്താ പറയുക സെക്യൂരിറ്റിയും ഇതൊക്കെ നോക്കുന്ന പോലീസുകാർ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ്. അപ്പം നമ്മുടെ ബോഡി ഒരു സിറ്റിയും നമ്മുടെ സെൽസ് അതിലെ സിറ്റിസൺസും ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂൺ സിസ്റ്റം ഗാർഡ് ചെയ്യുന്ന പോലീസാണ് വിചാരിക്കും. ചെറിയ ചെറിയ ക്രൈമും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ഇതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് വിടും. കുഞ്ഞു കേസസൊക്കെ, ചെറിയ പെറ്റി കേസൊക്കെ അപ്പം തന്നെ ബോഡി റിപ്പയർ ചെയ്ത് കാര്യമാക്കി നമ്മൾ ഉറങ്ങുമ്പോൾ പോലും അത് അങ്ങനെ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ക്യാൻസർ സെൽസ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ഭയങ്കര ക്ലെവറായിട്ടുള്ള ഒരു സെല്ലാണ്. അത് എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് എസ്കേപ്പ് ചെയ്യും. ഈ ഇമ്മ്യൂൺ സിസ്റ്റം കാണാതെ എസ്കേപ്പ് ചെയ്ത് എന്താ പറയണേ ഇരിക്കും. അതുപോലെ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവാണ്. ഒന്നില്ലെങ്കിൽ അത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൺഫ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ നമ്മളത് കാണാണ്ട് അല്ലാണ്ട് ശ്രദ്ധിക്കാണ്ട് പോകുന്ന സെൽസാണ്. അത് ഭയങ്കര ക്ലെവറാണ്. നമ്മുടെ സെൽസിനെക്കാട്ടും ക്ലെവറായിട്ടുള്ള ഒരു സെല്ലാണ് ക്യാൻസർ സെൽ എന്ന് പറയുന്നത്. അത് ചെറിയൊരു ചിലപ്പോൾ കാണാൻ പോലും പറ്റാത്ത അത്രയും ചെറുതായിട്ട് ഉള്ളതായിരിക്കും.
പക്ഷേ അതിൻ്റെ ഗ്രോത്ത് ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ അതാണ് കാര്യം എന്ന് പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിസിൻസ്, കീമോയാണെങ്കിലും ഈ പറഞ്ഞ മെഡിസിൻസ് ആണെങ്കിലും നമ്മൾ കഴിക്കുന്നത് ഈ പറഞ്ഞ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സെൽസിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മെഡിസിൻസ് പോയിട്ട് എന്താ പറയുന്നത്, അതിനെ കണ്ടുപിടിച്ച് നശിപ്പിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതെന്താ ചെയ്യുന്നത്, കീമോ മെഡിസിൻസും മറ്റേ മെഡിസിൻസൊക്കെ ചെയ്യണമെന്ന് എന്താ വെച്ചാൽ അഗ്രസീവായിട്ട് ഗ്രോത്ത് ഉള്ളതും ഗ്രോത്ത് കൂടിയതിനെയൊക്കെയാണ് അത് നശിപ്പിക്കുക. അതുകൊണ്ടാണ് ഈ ഗ്രോത്ത് കൂടി നമ്മുടെ ഹെയറൊക്കെ പോകാനുള്ള കാരണം നമ്മുടെ ബോഡി പാർട്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന നഖം, മുടിയൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഈ കീമോ ചെയ്യുമ്പോൾ പോകാനുള്ളതിൻ്റെ ഒരു കാരണം അതാട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിൾ ഏതോ പറഞ്ഞപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഇതാട്ടോ. ഞാനപ്പോൾ വിചാരിച്ചു, കാരണം നമുക്കും ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്കിങ്ങനെ പറഞ്ഞു തന്നു അത്ര ഇതായിട്ടൊന്നും നമ്മൾ വലിയ ആൾക്കാരോട് പറയണ പോലെ അല്ലല്ലോ. കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം, കാരണം അവരുടെ ബ്രെയിനിലേക്ക് അത് കോഡ് ചെയ്യാണ്. വലിയ ആൾക്കാർ ചിലപ്പോൾ അത് കേട്ടിട്ട് ചിലപ്പോൾ അത് ഇതാക്കില്ല, അല്ല അവർക്കത് നമ്മളെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറഞ്ഞാൽ പോലെ അവർക്കത് നല്ല രീതിയിൽ ചിന്തിക്കാനുള്ളൊരു ഇതുണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങളങ്ങനെയല്ല, നമ്മളെന്ത് പറഞ്ഞാലും അത് അവരുടെ ബ്രെയിനിലേക്ക് ഇതായി പോകും, കോഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഇതാട്ടോ ഇത്.